Put your head on my shoulder. Hold me in your arms, baby. ഹലോ എവ്രി വൺ, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ഒരു ഡെസ്ക് മേക്ക് ഓവർ വീഡിയോ ആണ്. അതായത് കുറഞ്ഞ ചിലവിൽ നമുക്ക് നമ്മളെ ഡെസ്ക് എങ്ങനെ അറേഞ്ച് ചെയ്യുക, ഓർഗനൈസ് ചെയ്യുക എന്നാണ് ഞാൻ ഇന്ന് കാണിക്കുന്നത്. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദി വീഡിയോ. ഇതാണ് എൻ്റെ ടേബിൾ എന്ന് പറയുന്നത്. ഒരു പഴയ ടേബിളാണ്. അപ്പോൾ നമുക്ക് ആദ്യം ഇതൊന്ന് മോഡിഫൈ ചെയ്യാം. അതിനായി ഞാനിന്ന് ഇവിടെ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ സ്റ്റിക്ക് ചെയ്യുന്ന ടൈപ്പ് അഡിസീവ് ആയിട്ടുള്ള ഒരു പേപ്പർ റോളാണ്. അത് നമുക്ക് ഒന്ന് ഈ ടേബിളിൻ്റെ അതേ അളവിലൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി സ്റ്റിക്കറിലൊക്കെ ഉണ്ടാകുന്ന പോലെ ബാക്കിലുള്ള പേപ്പർ പതുക്കെ കുറച്ച് ഭാഗം ഇതുപോലെ എടുക്കുക. എന്നിട്ട് അതൊന്ന് പതുക്കെ ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വേണം ഒട്ടിക്കാനായിട്ട്. അല്ലെങ്കിൽ എയർ ബബിൾസ് കയറാനുള്ള സാധ്യത ഉണ്ട്. നമുക്ക് നമ്മളെ വീട്ടിലുള്ള പഴയ ടേബിളൊക്കെ ഇതുപോലെ ഈസിയായി കുറഞ്ഞ റേറ്റിൽ ഇതുപോലത്തെ അഡിസീവ് റോള് വാങ്ങിയാൽ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്നൊരു മെത്തേഡാണ് കേട്ടോ. എല്ലാ സ്റ്റേഷനറി ഷോപ്പിലും ഇങ്ങനത്തെ റോൾസ് അവൈലബിൾ ആണ്. അപ്പോൾ എല്ലാവരും ഒന്ന് വാങ്ങി ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മളെ ടേബിൾ ഇപ്പോൾ റെഡിയായി. ഇനി നമുക്ക് അടുത്തൊരു ബുക്ക് ഓർഗനൈസർ ഉണ്ടാക്കാം. ഇതിനായിട്ട് നമുക്ക് വേണ്ടത് ഇതുപോലെ കോൺഫ്ലേക്സിൻ്റെയോ എന്തെങ്കിലും ടൈപ്പ് കാർഡ്ബോർഡ് ബോക്സാണ്. ഇനി ഒരു സ്കെയിൽ ഉപയോഗിച്ച് ഒരു സൈഡിൽ 6 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്യുക, മറ്റേ സൈഡിൽ 27 സെൻറ്റിമീറ്റർ മാർക്ക് ചെയ്ത് നമുക്ക് ഈ ബോക്സ് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ 2 കാർഡ്ബോർഡ് ബോക്സാണ് നമ്മൾ കട്ട് ചെയ്തെടുക്കേണ്ടത്. ഇനി നമുക്ക് ഒരു ബോക്സ് ഒന്നിൻ്റെ ഉള്ളിലായിട്ടാണ് ഒട്ടിക്കേണ്ടത്. അതിനായിട്ട് നമ്മൾ ഒരു ബോക്സിൻ്റെ ഈ ഭാഗം ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. കറക്റ്റായിട്ട് അതിൻ്റെ ഉള്ളിൽ വരാനായിട്ട് കുറച്ച് ഭാഗം കൂടി നമുക്ക് കട്ട് ചെയ്ത് കളയേണ്ട ആവശ്യമുണ്ട്. അപ്പോൾ അതും കൂടി ഒന്ന് ഇതുപോലെ കട്ട് ചെയ്ത് കളയാം. ഇനി നമുക്ക് ചെറിയ ബോക്സ് ഉള്ളിൽ വെച്ച് അതൊന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഒന്ന് ഒട്ടിക്കാം. ഇനി എല്ലാ ഭാഗവും നന്നായി പ്രസ് ചെയ്ത് ഒട്ടിക്കുക. അതുപോലെ ഒരു ബോക്സും കൂടി ഉണ്ടാക്കുക. ഞാനിവിടെ ഓൾറെഡി ഒന്നും കൂടി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇനി അത് രണ്ടും കൂടി ജോയിൻ ചെയ്ത് ഇതുപോലെ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നന്നായി ഒട്ടിക്കുക. ഇനി നമുക്ക് നമ്മളെ ബോക്സ് ഒന്ന് കവർ ചെയ്തെടുക്കുക. അതിനായിട്ട് ഞാനിവിടെ ഉപയോഗിക്കുന്നത്, ഈ ബോക്സ് കവർ ചെയ്യാനായിട്ട് ഞാൻ ഉപയോഗിക്കുന്നത് നമ്മൾ നേരത്തെ ടേബിൾ കവർ ചെയ്യാൻ ഉപയോഗിച്ച സെയിം ടൈപ്പ് റോൾ തന്നെയാണ് ഉപയോഗിക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ പെയിൻറ്റ് ചെയ്താലും മതി ബോക്സ്, അല്ലെങ്കിൽ ഏറ്റവും ഈസി ആയിട്ട് നമുക്ക് ഇതുപോലെ റോള് വാങ്ങിയാൽ ഇതുപോലെ കട്ട് ചെയ്തിട്ട് നമുക്ക് ഒട്ടിക്കാൻ പറ്റും. ഇനി നമുക്ക് അവസാനമായിട്ട് ആ ബോക്സിൻ്റെ ഉള്ളിലും കൂടി ഒരു പിങ്ക് കളർ പേപ്പർ ഉപയോഗിച്ച് ഇതുപോലെ ഒട്ടിക്കാം. ഇനി അടുത്തത് ഒരു പെൻ ഓർഗനൈസറാണ്. അതിനായിട്ട് നമുക്ക് ഒരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് വേണ്ടത്. ഇനി അതിൽ ഇതുപോലെ ഒരു മാർക്കർ ഉപയോഗിച്ച് നമുക്ക് ഇതുപോലെ ഒന്ന് വരച്ചെടുക്കാം. ഇനി ഒരു കത്തി ചൂടാക്കി ഇതുപോലെ അത് നമുക്കൊന്ന് അത് കട്ട് ചെയ്തെടുക്കാം. ഇനി അതിൻ്റെ എഡ്ജസ് ഒന്ന് സ്മൂത്ത് ആക്കാനായിട്ട് ഒരു സാൻഡ് പേപ്പർ ഉപയോഗിച്ചൊന്ന് ഉരയ്ക്കുക. അതിനുശേഷം നമുക്ക് വൈറ്റ് കളർ അടിച്ചു കൊടുക്കുക. വൈറ്റ് ആയതുകൊണ്ട് ഒരു ഡബിൾ കോട്ട് ലെയറായിട്ട് നമുക്ക് അടിച്ചു കൊടുക്കാം. അതിന് ശേഷം ഒരു മാർക്കർ ഉപയോഗിച്ച് ഇതുപോലെ നമുക്കൊന്ന് വരച്ച് അതൊന്ന് റെഡിയാക്കി എടുക്കാം. ഞാനൊരു ക്യൂട്ട് റാബിറ്റിനെയാണ് മനസ്സിൽ വിചാരിച്ചത്. അതുകൊണ്ട് ഞാനൊരു പിങ്ക് കളറൊക്കെ കൊടുത്ത് ഒന്ന് അടിപൊളിയാക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള രീതിയിൽ നിങ്ങൾക്ക് കളർ ചെയ്തെടുക്കാവുന്നതാണ് കേട്ടോ.
അങ്ങനെ നമ്മുടെ ക്യൂട്ട് പെൻ ഓർഗനൈസർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ അതുപോലെ ഒരു ടെഡി ബെയറിനെ കൂടി ഉണ്ടാക്കിയിട്ടുണ്ട്, അതാണിത്. ഇനി നമുക്ക് ഡ്രൈ ആയതിന് ശേഷം അതിൽ പെന്നൊക്കെ ഇട്ട് വയ്ക്കാം. ഇനി ഒരു സക്യുലൻറ്റ് പ്ലാന്റ് ആണ് ഉണ്ടാക്കുന്നത്. അതിനായിട്ട് നമുക്ക് കുറച്ച് പിസ്താഷ്യോ വേണം. അതൊന്ന് ലൈറ്റ് ഗ്രീൻ ഷെയ്ഡ് അടിച്ച് ഡ്രൈ ആക്കി എടുക്കുക. അതിനുശേഷം ഒരു കാർഡ്ബോർഡ് ഇതുപോലെ റൗണ്ടായി സർക്കിൾ കട്ട് ചെയ്ത ശേഷം നമുക്ക് ഈ പിസ്താഷ്യോ വെച്ച് ഒന്ന് ഒട്ടിച്ചെടുക്കാം. ഇനി ഓരോ ഷെല്ലുകളായിട്ട് വേണം നമുക്കിത് ഒട്ടിക്കാനായിട്ട്. അത് കംപ്ലീറ്റ് ഒട്ടിച്ച ശേഷം നമുക്കൊന്ന് ഡ്രൈ ആവാൻ വയ്ക്കാം. ആ സമയം കൊണ്ട് നമുക്ക് നമ്മളെ ക്യൂട്ട് ചട്ടി ഒന്ന് പെയിൻറ്റ് ചെയ്തെടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഡിസൈനൊക്കെ വരയ്ക്കുക. ഞാൻ സിമ്പിളായിട്ട് വെറും ഡോട്ട്സ് മാത്രമാണ് ഇട്ട് കൊടുക്കുന്നത്. ഇനി നമ്മൾ ചട്ടിയിൽ കുറച്ച് പെബിൾസൊക്കെ ഇട്ടിട്ട് അതിൻ്റെ മേലെ നമ്മൾ ഉണ്ടാക്കിയ പിസ്താഷ്യോ വെച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ക്യൂട്ട് സക്യുലൻറ്റ് പ്ലാന്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്തത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു ഫോട്ടോ ഗ്രിഡാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് സ്ക്യൂവേഴ്സ് വേണം. എന്നിട്ട് അതിൻ്റെ 2 അറ്റം ഒന്ന് കട്ട് ചെയ്ത് കളയുക. ഇനി ഫുള്ളായിട്ട് അതൊന്ന് ബ്ലാക്ക് പെയിൻറ്റ് അടിക്കുക. അതിന് ശേഷം നമുക്ക് 2 സെൻറ്റിമീറ്റർ ഗ്യാപ്പ് വരുന്ന രീതിയിൽ ഇതുപോലെ ഓരോന്നും വെച്ച് ഒട്ടിച്ചെടുക്കുക. പുറത്തേക്ക് എക്സ്റ്റെൻഡ് ചെയ്ത് നിൽക്കുന്ന ഭാഗം ഒന്ന് നമുക്കൊന്ന് കട്ട് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ ഗ്രിഡ് റെഡി ആയിട്ടുണ്ട്. ഇനി അടുത്ത് നമ്മൾ ഉണ്ടാക്കാൻ പോകുന്നത് ഈസി ആയിട്ടുള്ളൊരു പേപ്പർ ഫ്രെയിമാണ്, അല്ലെങ്കിൽ ഫോട്ടോ ഫ്രെയിമാണ്. അതിനായിട്ട് നമുക്ക് കുറച്ച് ഇതുപോലെ പ്രിൻ്റ് ഔട്ട്സ് എടുക്കുക. ഇനി നിങ്ങൾക്ക് ഏത് സൈസിലാണ് വേണ്ട അതിനനുസരിച്ച് പ്രിൻ്റ് ഔട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. ഞാൻ ബാക്ക്ഗ്രൗണ്ടായിട്ട് വേറൊരു പേപ്പർ വെച്ചിട്ട് അതിൻ്റെ മേലെ ഒട്ടിച്ചിട്ടാണ് നമ്മൾ ഫ്രെയിം ചെയ്യാൻ പോകുന്നത്. നമുക്ക് ഇഷ്ടമുള്ള കോഡ്സൊക്കെ ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുത്തിട്ട് ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒന്നാണ്. അപ്പോൾ നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അതിന് ശേഷം ഒരു ചാർട്ട് പേപ്പർ എടുക്കുക. എന്നിട്ട് നമ്മുടെ ഫോട്ടോയുടെ ജസ്റ്റ് ഔട്ട്ലൈൻ ഒന്ന് ചാർട്ട് പേപ്പറിൽ വരച്ചിടുക. ഇനി 4 കോർണറിലും നമ്മളെ വരച്ച ലൈൻ ഒന്ന് എക്സ്റ്റെൻഡ് ചെയ്തിട്ട് 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ പിന്നെ 1 സെൻറ്റിമീറ്റർ 1.5 സെൻറ്റിമീറ്റർ എന്ന രീതിയിൽ 4 സൈഡിലും ഇതുപോലെ മാർക്ക് ചെയ്തിടുക. ശേഷം എല്ലാ ലൈനുകളും ഒന്ന് ജോയിൻ ചെയ്ത് വരയ്ക്കുക. അതിനുശേഷം നമുക്ക് ഈ ഭാഗത്തുമായിട്ട് ഒരു 1 സെൻറ്റിമീറ്ററും കൂടി മാർക്ക് ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് 2 സൈഡിലും വരയ്ക്കുക. ഇനി അത് ജസ്റ്റ് ഔട്ട്ലൈൻ ഒന്ന് കട്ട് ചെയ്ത് എടുക്കുക. ഇനി ഒരു പേപ്പർ കട്ടർ ഉപയോഗിച്ച് ഇതുപോലെ ലൈറ്റായിട്ട് 4 സൈഡിലും വരച്ച് നമുക്ക് അതൊന്ന് മടക്കിയെടുക്കുക. മൂന്ന് സൈഡും ഇതുപോലെ മടക്കിയതിന് ശേഷം നമ്മൾ ഫോട്ടോ ഉള്ളിലേക്ക് വെച്ച് ഇതുപോലെ 4ാമത്തെ സൈഡും മടക്കുക. അതിന് ശേഷം നമുക്ക് ഒന്ന് ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് 4 സൈഡ് ഒട്ടിക്കുക. ഇനി ലാസ്റ്റ് വൺ ഇൻസ്പിറേഷണൽ വാൾ ഡെക്കോറാണ്. അതിനായിട്ട് നമുക്ക് ഇതുപോലെ നല്ല കോഡ്സ് ഇതുപോലെ പ്രിൻ്റ് ഔട്ട് എടുക്കുക. എന്നിട്ട് ട്രാൻസ്പാരൻ്റ് ആയിട്ടുള്ള അഡിസീവ് റോള് വാങ്ങാൻ കിട്ടും. അത് ഇതുപോലെ കട്ട് ചെയ്ത് നമുക്ക് നമ്മളെ പ്രിൻ്റ് ഔട്ടിൻ്റെ മേലെ ഒട്ടിക്കുക. ഇത് നിർബന്ധമില്ല, നിങ്ങൾക്ക് കുറേ കാലം കേടുകൂടാതെ ഇരിക്കാൻ ഇങ്ങനെ ഒരു ട്രാൻസ്പാരൻറ്റ് ഷീറ്റ് ഒട്ടിക്കുന്നത് നല്ലതാണ്. ഇത് നമുക്ക് ഈസിയായി ചീപ്പായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റുന്ന ഒന്നാണ്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യുക. ഇതുപോലെ ഞാൻ കുറച്ച് പ്രിൻ്റ് ഔട്ട്സും കൂടി ഇതുപോലെ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം. ഞാനിവിടെ ഇത് ഒട്ടിക്കാനായിട്ട് ഉപയോഗിക്കുന്നത് നമ്മളെ ഡബിൾ സൈഡ് ടേപ്പാണ്. ഇനി നമുക്കതൊക്കെ ഒന്ന് അറേഞ്ച് ചെയ്യാം.
ഫോട്ടോ ഗ്രിഡ് വെക്കാനായിട്ട് ഞാൻ നെയിൽസ് തന്നെയാണ് ഉപയോഗിക്കുന്നത്. അതൊന്ന് ഫസ്റ്റ് മാർക്ക് ചെയ്തിട്ട് വേണം നമ്മളത് വെക്കാനായിട്ട്. ഇനി നമുക്ക് നമ്മളെ ഡെസ്ക് മേക്ക് ഓവറിൻ്റെ ഫൈനൽ ലുക്ക് കാണാം. സീറോ ബഡ്ജറ്റിൽ നിങ്ങൾക്ക് വീട്ടിലിരുന്ന് ചെയ്യാൻ പറ്റുന്ന ഈസി ആയിട്ടുള്ള DIYs ഒക്കെയാണ് ഇന്ന് ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത്. നിങ്ങളെല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. കൂടാതെ നെക്സ്റ്റ് വീഡിയോയിൽ നിങ്ങൾക്ക് കാണാൻ ഇഷ്ടമുള്ളത് എന്താണെന്നുള്ളതും കമൻറ്റ് ബോക്സിൽ എഴുതാൻ മറക്കരുത്. അടുത്തൊരു അടിപൊളി വീഡിയോയിൽ കാണുന്നത് വരേക്കും ബായ്.